അസ്സലാമു അലൈക്കും ദിയൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളതേ പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവിടെ ഒരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൽ 1 സ്പൂണ് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കണം. ഞാനിതിൽ അത്യാവശ്യം വലിപ്പമുള്ള 2 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പഴം ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പഴം നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതി ഭാഗമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങ കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അവിലാണ്. ഒരു 1/4 കപ്പ് അളവിൽ അവിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിലും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ പഴത്തിൻ്റെ ആ കൂട്ടിൽ അവിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല. പകരം 2 അച്ച് ശർക്കരയാണ് കേട്ടോ പാനിയാക്കി എടുത്തിട്ടുള്ളത്. മധുരമൊക്കെ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ശർക്കരയുടെ പകരം നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കണമെങ്കിൽ അത് അങ്ങനെ ആവട്ടെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സോറി കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് കറണ്ട് ഒന്ന് പോയി. അപ്പോൾ മോള് ഇവിടെ എമർജൻസി ഒക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളുണ്ട്. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത്. പാല് ചേർത്തിട്ട് തന്നെ വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പകരം വെള്ളമൊന്നും ആരും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ പാലൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടിയും കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. പഴത്തിനോടൊന്നും അത്ര താല്പര്യമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചു പോകും കേട്ടോ. ഇപ്പോൾ ബാക്കിയുള്ള പാലും കൂടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. എല്ലാം കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം കേട്ടോ. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.